ഹായ് ഓൾ, അങ്കാവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയങ്ക. നമുക്കിന്ന് കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സുകളൊക്കെ നോക്കാം. അതായത് ന്യൂ ഇയർ ഒക്കെ വരുന്നതല്ലേ, അപ്പോൾ ചെറിയ ചെറിയ പാർട്ടികളും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതിനു വേണ്ടി നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോയി ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് പ്രൈമേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. അതിൽ മെയിനായിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രമല്ല, കുറച്ച് ഹെയർ ആക്സസറീസും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറായിട്ട് വയ്ക്കാൻ പറ്റുന്ന, നമ്മുടെ സ്കിന്ന് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയി വെക്കാൻ പറ്റുന്ന, പ്ലംബി ആയി വെക്കാൻ പറ്റുന്ന ഒരു പ്രൈമറാണ്. അത് വേറൊന്നല്ല, എൽഫിൻ്റെ പ്രൈമറാണ്. ഇത് എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമറാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം തീർന്നു. ഞാൻ ഏകദേശം യൂസ് ചെയ്ത് തീർത്തു. അത്ര സൂപ്പറാണ്. എൻ്റെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറേ പോർസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ പിമ്പിള് വന്നു പോയ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഭയങ്കര, അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് എൻ്റെ. അപ്പം കുറച്ച് പ്ലംബി ആയി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൈമർ എന്ന് പറയുന്നത് ഈ എൽഫിൻ്റെ ഈ പ്രൈമറാണ്. നല്ല സൂപ്പറാണ്. പിന്നെ നമ്മുടെ മേക്കപ്പ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്താൽ കുറേ നേരം, അതായത് സ്റ്റിക്കായിട്ട് അങ്ങനെ തന്നെ നിൽക്കും, വേറെ അനങ്ങില്ല. പിന്നെയുള്ളത് അതായത് കുറച്ചും കൂടി ഷിമ്മറിയായി, കുറച്ചും കൂടി എന്താ പറയുക, മുഖത്ത് ഒരു ഷിമ്മർ ഇട്ട പോലെ തന്നെ ഒരു ചെറിയ തിളക്കം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. നമുക്കത് ഇട്ടാൽ തന്നെ തിരിയും. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷിമ്മർ പാർട്ടിക്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ശരിക്കും ഒരു ഷിമ്മറായിട്ട് തന്നെ തോന്നും. ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഇതുപോലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈമറാണിത്. പിന്നെ നമുക്ക് മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി ഡ്യൂയി ആക്കി, നമുക്കറിയാം കുറേ സ്ട്രോപ്പ് ക്രീംസ് ഉണ്ട്, മാക്കിൻ്റെ, അതുപോലെ തന്നെ വേറെ പല ബ്രാൻഡിൻ്റെയും ഉണ്ട്. ഇത് എന്ന് പറയുന്നത് അതിന് സ്ട്രോപ്പ് ക്രീം പോലെ തന്നെ, പക്ഷേങ്കിൽ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിൽ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് എന്ന് പറയുന്നത് ഈ എൽഫിൻ്റെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്ററാണ്. എൻ്റെ ഷെയ്ഡ് മീഡിയം ടാനാണ്. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനൊരു ടിൻ്റ് ഉണ്ട്. അപ്പം ഇത് നമുക്കൊന്നിക്കില്ലേ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്കിൻ ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെറുതെ അപ്ലൈ ചെയ്തിട്ട് പോകുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ ഗ്ലോ തരും, ഒരു ഷൈനിങ് തരും. ഞാൻ ഇതും കൂടി കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച ഷിമ്മർ എഫക്റ്റ് അല്ല, പക്ഷെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഇത് ഇട്ടാലുണ്ടാകും. ഇത് മുഴുവനായിട്ട് ഇടുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ പറയുക, ഈ ഭാഗത്ത് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇവിടെ, നമ്മുടെ ചിന്ന്, ഫോർഹെഡ്, അവിടെയൊക്കെ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോയാലും നല്ല രസമുണ്ടാകും. ഇത് എൽഫിൻ്റെതാണ്. കുറച്ചും കൂടി പ്രൈസി ആയിട്ട് ഉള്ളതും കുറച്ചും കൂടി നല്ലതുമായിട്ടുള്ള, ഇത് സൂപ്പറാണ്. എന്നാലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോളിവുഡ് ഫ്ലോലെസ് ഫിൽറ്ററാണ്. ഇത് ഷാലറ്റ് ടിൽബറിയുടെ ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് കുറച്ച് പ്രൈസിയാണ്. ഇത് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും എൽഫിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് അതായത് ഇതുപോലെ തന്നെ കുറച്ചൊരു ഡൂയി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാമി ആയിട്ട് ചെറിയൊരു
ഒരു ചെറിയ തിളക്കം മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് റിനേയുടെ ഒരു ഗ്ലോ സ്റ്റിക്കാണ്. ഇതാണ് അതിൻ്റെ ഇത്. അതായത് റിനേയുടെ ഷൈനർ ഗ്ലോ സ്റ്റിക്കാണ്. എൻറിച്ച്ഡ് വിത്ത് വിറ്റാമിൻ ഇ ആൻഡ് സൺഫ്ലവർ സീഡ് ഓയിൽ. ഇത് ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ ഫൈൻ ലൈൻസിനെയെല്ലാം റെഡ്യൂസ് ചെയ്യും, ഒരു ഷൈൻ കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷെ സത്യം തന്നെയാണ് കേട്ടോ. ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ഗ്ലോ സ്റ്റിക്കാണ്. അങ്ങനെ പറയത്തക്ക ഒരു കളറോ അല്ലെങ്കിൽ ഷിമ്മർ പാർട്ടികൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഇതൊരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ, അതായത് ഒരു വിത്തിൻ ഉള്ളിൽ നിന്നുള്ള ഒരു തിളക്കം എന്നെല്ലാം പറയുന്നില്ലേ, അത് കിട്ടും. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മുഖത്ത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഇവിടെയും ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള വേറൊരു പ്രൊഡക്റ്റും കൂടിയുണ്ട്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. അത് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറയുന്നത് സുഡിയോൻ്റെ ജംഗിൾ ടീസ് ഷിമ്മർ ബോഡി ലോഷനാണ്. നമ്മുടെ ഫേസ് മാത്രം ഇങ്ങനെ തിളങ്ങി നിന്നാൽ പറ്റില്ലല്ലോ, നമ്മുടെ ബോഡിയും കൂടി കുറച്ചൊരു തിളക്കം വരണ്ടേ. അങ്ങനെ ഒരു ഷിമ്മർ ബോഡി ലോഷനാണ്. അപ്പം നമ്മൾ പാർട്ടിക്കൽക്കൊക്കെ പോകുന്നതാണെങ്കിൽ കുറച്ച് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സുഡിയോൻ്റെതാണ്. ഇതിന് അത്ര വലിയ തിളക്കമൊന്നുമില്ല, അതായത് ഈ സുഡിയോൻ്റെതിന്. പക്ഷേ വേറെ കുറേ ബ്രാൻഡിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് കുറച്ചും കൂടി ഷിമ്മറി ആയിരിക്കും. ഇതൊരു ലൈറ്റ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു തിളക്കം അത്രയും ഉണ്ടാവുള്ളൂ. കണ്ടോ, എൻ്റേത് ഒരു എക്സ്ട്രീം ഡ്രൈ സ്കിന്നായതുകൊണ്ടാണ് ഒരു ചെറിയൊരു തിളക്കം എന്നാലും കാണുന്നില്ലേ, അതുണ്ടാവും. ഇതിൻ്റെ ശരിക്കും ഷിമ്മറി ആയിട്ടുള്ള ബോഡി ലോഷൻസ് തന്നെ ഉണ്ട് മാർക്കറ്റിൽ. അതായത് അത് കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും. ഇതും ബെറ്ററാണ്, നല്ല തന്നെയാണ്. ഒരു ചെറിയൊരു തിളക്കം നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റും. നാച്ചുറലായിട്ടുള്ള ഗ്ലോ മതി, അതായത് ഹൈലൈറ്റർ ഇട്ടതുപോലെയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ എൽഫിൻ്റെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. അതായത് കുറച്ച് ഷിമ്മറി ആയിട്ട് കാണണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. മാർസിൻ്റെ ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ. ഇത് കുറച്ച് നല്ല ഹെവി ആയിട്ട് തന്നെ കാണും. അതായത് കുറച്ച് എന്ന് വെച്ചിട്ട് ഭയങ്കര ഗ്ലിറ്ററി അല്ല, എന്നാലും ഒരു നമ്മൾ ഹൈലൈറ്റർ ഇട്ട പോലെ കണ്ട, ഒരു ഹൈലൈറ്റർ ഇട്ടതുപോലെ തന്നെ ആ ഒരു തിളക്കുണ്ടാവും, നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നല്ലൊരു സാധനമാണ്. എന്താ പറയുക, നമ്മുടെ പാർട്ടിയിലൊക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഹൈലൈറ്റർ നോക്കുന്നുണ്ട്. കുറച്ച് ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഷൈനിങ് കിട്ടും. അങ്ങനെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാർസിൻ്റെ ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു വേറെ ഹൈലൈറ്ററാണ്, ഒരു ക്രീം ഹൈലൈറ്ററാണ് പറയാനുള്ളത്. ഇത് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ ഹൈലൈറ്ററാണ്. ഈ ഷെയ്ഡ് ഈ മാർസിൻ്റെ ഷെയ്ഡ് എൻ്റെത് വിങ്ഡ് ഷാമ്പെയിനാണ്. ഡസ്കി സ്കിന്നുകാർക്കൊക്കെ ഗോൾഡ് ഹൈലൈറ്റർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഷെയ്ഡാണ് ഈ ഷാമ്പെയിൻ ഷെയ്ഡ്. ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. പിന്നെയുള്ളത് ഇൻസൈറ്റിൻ്റെ ഇതാണ്. ഇതും ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് തന്നെയാണെന്നാണ് തോന്നുന്നത്. സോറി, ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കാണുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. പക്ഷെ നല്ല രസമാണ്. കണ്ട, ഇങ്ങനെ തിളങ്ങി നിൽക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ഉണ്ട്. ബ്ലഷ് ഓഫ് കോഴ്സ് എൻ്റെ കയ്യിലുള്ളത് ഫേ ബ്യൂട്ടീൻ്റെ ഈ ബ്ലഷാണ്, ഷെയ്ഡ് സോസി. ഇത് സൂപ്പറാണ്, പക്ഷേ ഇതിന് തിളക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് പോലെ തോന്നും ഫേ ബ്യൂട്ടി. പക്ഷെ കുറച്ചും കൂടി തിളക്കം വേണം അല്ലെങ്കിൽ ഒരു ചെറിയ ഷിമ്മറായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മേബിലിൻ്റെ ഫിറ്റ് മീ ബ്ലഷ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ചെറിയ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇതിനൊരു ചെറിയൊരു, അതായത് ചെറിയൊരു ഷിമ്മർ പാർട്ടിക്കിൾ ഉണ്ട് ഈ ഒരു ബ്ലഷിന്. ഫുള്ളി മാറ്റായിട്ടുള്ള ബ്ലഷ് അല്ല, ഇതൊരു പൗഡർ ബ്ലഷാണ്, പക്ഷെ ഒരു ചെറിയ തിളക്കം കിട്ടും. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു നല്ല ഓപ്ഷനാണ്, അതായത് കുറച്ചൊരു ഷിമ്മറിയായി തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മേബിലിൻ്റെ ബ്ലഷ് യൂസ് ചെയ്യാവുന്നതാണ്. മാറ്റ് ലിപ്സ്റ്റിക്കിന് പകരം കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റാണ് ഇത് സുഡിയോൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സുഡിയോൻ്റെ ലിപ് ഷൈൻ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു ഷിമ്മർ പാർട്ടിക്കിൾ ഉണ്ട്. അപ്പം പാർട്ടിക്കെല്ലാം പോകുന്നതാണെങ്കിൽ ചുണ്ടൊന്നിങ്ങനെ ഷിമ്മറി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു തിളക്കം വന്നത് കണ്ടോ. ഇങ്ങനെ ഇതുപോലെ കുറച്ചിങ്ങനെ ഷിമ്മറി ആയിട്ട് പാർട്ടിക്കൊക്കെ ഡെയിലി ഒന്നും പോകുമ്പോൾ ഇടാൻ കഴിയില്ലേ, പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ഇടാവുന്നതാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ലിപ് ഗ്ലോസ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ യൂസ് ചെയ്യാം. ഇതെൻ്റെ കയ്യിലുള്ള ഒരു ലിപ് ഗ്ലോസ്സാണ്. ഞാൻ അധികം ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. അതുപോലെ തന്നെ എനിക്ക് എന്തോ ഒരു ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു അൺകംഫർട്ടബിളാണ്. ഞാൻ നല്ല ലിപ് ഗ്ലോസിൻ്റെ ഡീറ്റെയിൽസും കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഐ പ്രോഡക്റ്റ്സ് ആണ് ആയിട്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ മാർസിൻ്റെ ഈ ബ്ലിങ് ഇറ്റ് ഓൺ ഗ്ലിറ്റർ പാലറ്റാണ്. നല്ല തിളക്കം കണ്ടോ. ഇത് ജസ്റ്റ് ഒന്നും വേണ്ട, ഇതിങ്ങനെ കണ്ണിലിങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ ഒരു തിളക്കം വരും. വലുതായിട്ടൊന്നും അറിയുന്നില്ലെങ്കിൽ കൂടി, ഐ ഷാഡോ ഇടാൻ അറിയില്ലെങ്കിലും കൂടി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ ആ ഗ്ലിറ്ററി ലുക്ക് കിട്ടും. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പ്രൈസ് 299, പക്ഷേ ഇത് നല്ലൊരു ഗ്ലിറ്റർ ഐ ഷാഡോ പാലറ്റാണ്. ഓരോ ഡ്രസ്സിനൊത്ത് നമ്മുടെ ഐ ഷാഡോൻ്റെ കളറ് ചേഞ്ച് ആവും. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പൈസേൻ്റെ ഒന്നല്ല, ഇതെനിക്ക് മിത്രേന്ന് 500 സംതിങ് രൂപക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് ഈ ഐ ഷാഡോ പാലറ്റിൽ. മാക്സി റീലോഡഡ് പാലറ്റാണിത്. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പം എന്താ പറയുക, ഈ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ ഇതിലേതെങ്കിലും ഒരു കളർ വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തെ ഷിമ്മേഴ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതും നമുക്ക് അതായത് ഒരു നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള പാർട്ടി ഐ ലുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐ ഷാഡോ പാലറ്റ് നല്ലതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞ പാലറ്റാണ്. ഒരുപാട് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. എന്താ പറയുക, നമ്മുടെ പോലത്തെ ഡസ്കി സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കളേഴ്സും ഉണ്ട്. ബ്രൗൺസ് ഉണ്ട്, ഇതൊക്കെ നല്ല കളറാണ്. ഞാൻ ഇതുകൊണ്ടൊക്കെ കുറേ തരം ഐ ഷാഡോ ലുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു കളറ് സൂപ്പറാണ്. ഇതിൽ കണ്ടോ, ഇതുകൊണ്ടും നമുക്ക് നല്ല ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല ഐ ഷാഡോ പാലറ്റാണ്. നമ്മളെപ്പോഴും എന്താ പറയുക, ബ്ലാക്ക് കാജലല്ലേ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ബ്ലാക്ക് കാജലല്ല, അതിന് പകരം വേറെ എന്തെങ്കിലും കളേർഡ് ആയിട്ടുള്ള കാജൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. മാർസിൻ്റെ ഒരു കാജലാട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് ഷെയ്ഡ് നമ്പർ 02 ആണ്. കണ്ടോ, ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്നറും കൂടി കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആണ്. കണ്ടോ. അതുപോലെ തന്നെ ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. അത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐ സ്പാർക്കിൾ സ്കെച്ച് ഐലൈനേഴ്സാണ്.
കണ്ടോ, ഒരു ഒരു തിളക്കമുണ്ടാവും, ഒരു ഷിമ്മറി ആയിട്ടുള്ളതാണ്. ഇതും നമുക്ക് നല്ല പാർട്ടി ഐ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ്, പക്ഷേ ഇതെൻ്റെ കണ്ണിൽ അത്ര എടുത്ത് കാണിക്കുന്നില്ല. ഇതൊരു ബ്രൗണാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല രസമുണ്ടാവും. അങ്ങനത്തെ ഒരു ഐലൈനർ മാത്രം ഇട്ടിട്ട് പോയാൽ കൂടി നല്ല രസമാണ്, നല്ലൊരു ഗ്ലോ അല്ലെങ്കിൽ നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ്, ഇതിപ്പം സ്വിസ് ബ്യൂട്ടിയുടെ കളർ മീ ഹാപ്പി ലൈനറാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഐലൈനർ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ ഒരു, ഓ മൈ ഗോഡ്, പൊട്ടിപ്പോയോ, കണ്ടോ? വേറെ അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഐ ലുക്ക് ചെയ്യണം, സാധാരണ എപ്പം യൂസ് ചെയ്യുന്നത് പോലെ ബ്ലാക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഐലൈനറാണ് ഈ കളർ മീ ഹാപ്പി ഐലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള, അതായത് പാർട്ടിക്കൊക്കെ പോകുമ്പം ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് കുറേ സമയമൊന്നുമില്ല, ഇങ്ങനത്തെ ഐ ഷാഡോ പാലറ്റുകളെല്ലാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അത്രയധികം സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഇതെന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രോം ആൻഡ് മാറ്റ് ട്വിൻ ഐ ഷാഡോ സ്റ്റിക്കാണ്. ഇതൊരു ഐ ഷാഡോ സ്റ്റിക്കാണ്, കണ്ടോ? ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ക്രീം ബ്രൗൺ, എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്രൗണിൻ്റെയാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷിമ്മർ ഐ ഷാഡോ ആണുള്ളത്, മറ്റൊരു ഭാഗത്ത് ക്രീമായിട്ടുള്ള, ഷിമ്മറി അല്ല, ഒരു മാറ്റ് ഷിമ്മറി ക്രീം ഷിമ്മറി അല്ലാത്ത ഐ ഷാഡോവാണ് ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്തെ ബ്രൗൺ എടുത്തിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമ്മുടെ ഇന്നർ കോർണറിൽ മാത്രം ഇങ്ങനത്തെ ഇതുപയോഗിച്ച് ഷിമ്മർ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റാണ് പാർട്ടിക്ക്. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള മറ്റൊന്നെന്ന് പറയുന്നത് ഈ മാർസിൻ്റെ തന്നെ ഒരു ലിക്വിഡ് ഐ ഷാഡോ ആണ്. എൻ്റെ കയ്യിലുള്ള കളറ് 03 സെലസ്റ്റൽ കോമറ്റ്, കണ്ടോ? ഇതിന് 279 രൂപയാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് സമയമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഐ ഷാഡോ, ഷിമ്മറി ഐ ഷാഡോ എടുക്കുക, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക, ഒരു ബ്ലാക്ക് ഐലൈനർ ഇടുക, സെറ്റ്. നമുക്ക് നല്ല രീതിയിൽ ഒരു പാർട്ടി ഐ ലുക്ക് പെട്ടെന്ന് സഡനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സട്ടിലായിട്ടുള്ള ഐ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. സിംപ്ലി നാമിൻ്റെ ഒരു പിക്സി ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി യൂസ് ഗ്ലിറ്റർ ഗ്ലോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ചെറിയൊരു വെറ്റ് ലുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊരു മൾട്ടി പ്രൊഡക്റ്റാണ്. ഇതും നല്ലതാണ്. നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകണം, ജസ്റ്റ് ഒരു വെറ്റ് ലുക്ക് വേണം ഐക്ക്, അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേര് പിക്സി ഡസ്റ്റാണ്. ഇത് കണ്ടോ, ഹോളോഗ്രാഫിക് ഐലൈനറാണ് ഇത്, നൈക്കേൻ്റെ. ഇതും സൂപ്പറാണ്, 2 ഷെയ്ഡ് വരുന്ന. ഇതും നമുക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഐലൈനർ ഇട്ടാൽ തന്നെ നല്ല രസമായിരിക്കും. പാർട്ടിക്കൊക്കെ പോകുമ്പം ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ തന്നെ മതി, നല്ല രീതിയിൽ ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ നൈക്കേൻ്റെ പ്രോഡക്റ്റ് കാണിച്ചില്ലേ, ഈ നൈക്കേൻ്റെ ഹോളോഗ്രാഫിക് ഐലൈനർ, അതുപോലെ തന്നെയുള്ളതാണ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഹോളോഗ്രാഫിക് ഐലൈനർ മൾട്ടി ക്രോം എഫക്റ്റ്. ഇതും അതുപോലെ തന്നെയാണ്, അത് ഐലൈനർ ആയിട്ടുണ്ട്. ഇതൊരു കാജൽ പോലെ, ഇതൊരു വേറെ ഷെയ്ഡാണ്, കണ്ടോ? ഇതിലുള്ള ഷെയ്ഡ് 01 മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതുകൊണ്ടും നമുക്ക് സിമ്പിളായിട്ടുള്ള നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐ ലുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സുകൾ നമ്മൾ കണ്ടു അല്ലേ. നല്ല ഗ്ലോയി ആയി,
നല്ല ഷൈനി ആയിട്ട് ഫേസും നമ്മുടെ ബോഡിയൊക്കെ വെക്കാൻ പറ്റുന്ന അതിന് പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകൾ കണ്ടു. ഇനി നമുക്ക് കുറച്ച് ഹെയർ ആക്സസറീസ് നോക്കിയാലോ, പാർട്ടിയിലൊക്കെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതൊരു പ്ലാസ്റ്റിക് ത്രെഡ് പോലത്തെ, പ്ലസ് ത്രെഡ് എന്നല്ല, ഇങ്ങനത്തെ ഒരു സംഭവം. ഇതിന് ഇങ്ങനെ ഒന്ന് മാത്രം എടുക്കുക, എന്നിട്ട് നമ്മുടെ മുടിയിൽ ഇതിങ്ങനെ കെട്ടി വെക്കുക വേണ്ടേ. അപ്പോൾ നമുക്കിങ്ങനെ പാർട്ടിയിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ മുടിയുടെ ഇടയിൽ ഇങ്ങനെ കാണുമ്പം നല്ല രസമായിരിക്കും. പെട്ടെന്ന് കളർ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കളർ ചെയ്തതുപോലെ ആയിട്ട് വെക്കണം മുടി എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പുകളാണ്. ഇതിനും എനിക്ക് തോന്നുന്നു 70 80 അങ്ങനെയാണ് രൂപയായത്. ഇത് നമുക്ക് വേറെ വലിയ പണിയൊന്നുമില്ല. ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ്, ഇത് കാണരുത്, ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, നല്ല രസമില്ലേ? ചെറിയ കുട്ടിക്കും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ കുട്ടിക്കും നല്ല മുടീൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്താൽ, പാർട്ടിക്ക് എന്നല്ല, അല്ലാതെ തന്നെ നമുക്കിത് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ചെറിയ ഈ കളർ ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വെക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. കണ്ടോ, ഇതിങ്ങനെ ഇതിങ്ങനെ ഇറുക്കി വെച്ചാൽ മതി കാണാത്ത വിധത്തിൽ. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് മുടി ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിയില്ല. സോറി, ഞാനത് കുറച്ചും കൂടി ഉള്ളോട്ടാക്കി വെക്കണമായിരുന്നു. കണ്ടോ, ഓക്കെ. പിന്നെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ്. ഇത് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐ ലുക്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഹെയറിൽ ഫിക്സ് ചെയ്യുന്ന ഇതുപോലത്തെ സ്റ്റോണും അവൈലബിൾ ആണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐ ലുക്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഒരു നല്ല ഓപ്ഷനാണ്. വേറൊരു ഹെയർ ആക്സസറിയാണ് ഇങ്ങനെയൊക്കെയുള്ള ക്ലിപ്പുകൾ. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. കണ്ട, ഇതിപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. നമുക്കിങ്ങനെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ആക്സസറിയാണ് ഇത്. ഓക്കെ. വേറൊരു പ്രൊഡക്റ്റ് ഞാൻ ഇതിനിടയ്ക്ക് ക്രിസ്മസിന് പുറത്ത് പോയപ്പോൾ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇത് കണ്ടോ, നോക്ക്, ലൈറ്റ്സൊക്കെയുള്ള ഒരു ഹെയർ ബാൻഡാണിത്. എൻ്റെ സൗണ്ടൊക്കെ പോയി. കണ്ടോ, ഇത് രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വെളിച്ചത്തായതുകൊണ്ടാണ്. രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, ഇങ്ങനെ തിളങ്ങുന്നത്. ആണ് ഹൈലൈറ്റ്. അയ്യോ, ഇത് ആക്ച്വലി ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷെ ഇത് രാത്രിയായിരിക്കും നല്ല രസം ഉണ്ടാവുക. ഇങ്ങനെ വെക്കാവുന്നതാണ്. കണ്ടോ, എൻ്റെ കയ്യിലുള്ള ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഫേസ് കുറച്ച് ഗ്ലോ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തന്നു. പിന്നെ ഹെയറിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചു തന്നു. അപ്പം നല്ല രീതിയിൽ വലിയ ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ വലിയ പാർട്ടിക്കൊന്നും പോകുന്നില്ല, എന്നാലും ചെറിയ പാർട്ടിക്കാണെങ്കിലും കുറച്ചൊന്ന് ഗ്ലാമറായിട്ട് കുറച്ചൊന്ന് സ്റ്റൈലിഷായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇത്രയും കാണിച്ചു തന്നത്. ഇത് എല്ലാം വാങ്ങണമെന്നൊന്നുമില്ല, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക, ഒരു ഹൈലൈറ്ററും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഹോളോഗ്രാഫിക് ഐലൈനറും ഉണ്ടായാൽ തന്നെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പാർട്ടി ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ചെറിയ ചെറിയ അബദ്ധങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഇനിയും നല്ല പ്രോഡക്റ്റുകൾ, നല്ല മേക്കപ്പ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് വീഡിയോസും ഇടുന്നുണ്ട്, അതും നമ്മുടെ ചാനലിൽ വഴിയേ വരുന്നതാണ്. എൻ്റെ അവതരണത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മാറ്റുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഇത്രയും എല്ലാ പ്രൊഡക്റ്റും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ കാണിച്ചു തന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.